ഇതുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആരാധനയോടെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൃപകൾ പ്രാപിക്കാൻ കടന്നു വന്നിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. മനോഹരമായൊരു സങ്കീർത്തനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ തീം മിക്കവാറും എല്ലാവർക്കും കാണാപ്പാടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യാക്കോബേ വായിച്ച്. യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. ഇത് കാണാതെ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അത് ചെറിയൊരു വാക്യമാണ്. അതുകൊണ്ടൊന്ന് പറഞ്ഞ് യാക്കോബേ പറഞ്ഞോ. യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. ഒരു വർഷത്തേക്ക് ഈ വാക്യത്തിൻ്റെ എഫക്റ്റ് നിൽക്കണം. അടുത്ത ഉപവാസം വരെ ഈ നമ്മുടെ തീമായിട്ടിരിക്കുന്ന വാക്യത്തിൻ്റെ എഫക്റ്റ് നിൽക്കണം. എവിടെ നിൽക്കണം? അയലോക്കത്തിരിക്കുന്നവൻ്റെ കൂടാരത്തിലല്ല, അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്നവരുടെ കൂടാരത്തിലല്ല, മുമ്പിലും പുറകിലിരിക്കുന്നവരുടെ കൂടാരത്തിലല്ല. എൻ്റെ കൂടാരത്തിലുണ്ടാകണമെന്നും അത് മനോഹരമായി തീരണമെന്ന് ദൈവം അത് തീർക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടൊരു നല്ല സ്തോത്രം പറയാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഈ കൂടാരം മനോഹരമാകണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയ രഹസ്യമുണ്ട്. സാധാരണക്കാർക്ക് പിടികിട്ടാത്തൊരു കാര്യമാണ്. എന്നാൽ ചിലർക്ക് പിടികിട്ടിയെന്നൊക്കെ പറയുമെങ്കിലും വേണ്ട അർത്ഥത്തിൽ പിടികിട്ടാത്തൊരു കാര്യമാണ്. മനസ്സിലായോ? ഒന്ന്, സാധാരണക്കാർക്ക് പിടികിട്ടാത്തത്. രണ്ട്, എനിക്ക് പിടികിട്ടി എന്ന് പറയുന്നെങ്കിലും വേണ്ട വിധത്തിൽ പിടികിട്ടാത്തത്. ആ ഒരു രഹസ്യമാണ് ഇന്നത്തെ സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. എന്നാന്നറിയാമോ? ആ രഹസ്യമാണ് ദൈവത്തിന്റെ സ്തോത്രം. ഒന്നാമത്തെ വാക്യം, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. സൈന്യങ്ങളുടെ യഹോവേ. നമ്മുടെ കുറിവാക്യത്തിൽ 21 ദിവസത്തെ ഉപവാസത്തിന് കിട്ടിയ കുറിവാക്യത്തിൽ പറയുന്നത്, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. പ്രൈസ് ഗോഡ്. ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ നിവാസങ്ങൾ, ഡ്വെല്ലിംഗ് പ്ലേസസ്. യാക്കോബേ നിന്റെ കൂടാരങ്ങൾ എന്ന് പറഞ്ഞാൽ യാക്കോബിൻ്റെ ഡ്വെല്ലിംഗ് പ്ലേസ്, ടെന്റ്. എത്ര മനോഹരം. പ്രൈസ് ഗോഡ്. യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. അങ്ങനെ 6 ലക്ഷത്തിലുവാനം പുരുഷന്മാർ കുടുംബങ്ങളെന്ന് ഇവിടെ വെച്ചോ ഇറങ്ങിയിട്ട് 4 ഭാഗത്തായി 3 ഗോത്രം യഹൂദാ ഗോത്രത്തിൻ്റെ നേതൃത്വത്തിൽ ഫ്രണ്ടിൽ, 3 ഗോത്രം ഇപ്പുറത്ത്, 3 ഗോത്രം ഇപ്പുറത്ത്, 3 ഗോത്രം പുറകിൽ. ഇങ്ങനെ 12 ഗോത്രങ്ങൾ പാളയമടിച്ച് കിടക്കുമ്പോൾ അവരുടെ നടുക്ക് 12 ഗോത്രങ്ങളുടെ ടെൻറ്റും 12 ഗോത്രങ്ങളുടെ നിവാസവും കിടക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അവരുടെ നടുക്ക് ഒരു നിവാസമുണ്ട്. ആ നിവാസത്തിൻ്റെ പേരാണ് തിരുനിവാസം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിന് മറ്റൊരു പേരും കൂടെ പറയും, സമാഗമന കൂടാരം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. സമാഗമന കൂടാരം. പിരിച്ചു പറഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങനെ മലയാളത്തിൽ പിരിക്കാം. സമം, ആഗമനം, കൂടാരം. 3 വാക്ക്. സമം, ആഗമനം, കൂടാരം എന്ന് പറഞ്ഞാൽ സമമായി ആഗമിക്കുന്ന കൂടാരം. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലൊക്കെയും മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, എല്ലാവരും കർത്താവിൻ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ അന്വേഷിച്ച് ഈ അങ്ങോട്ട് ചെല്ലാൻ ഈ ഭൂമിയിൽ ദൈവം ഒരു പോയിന്റ് വെച്ചതാണ് സമാഗമന കൂടാരം. ഇസ്രായേൽ മക്കൾ പാളയങ്ങളിൽ നിന്നിറങ്ങി കൂടാരത്തിലേക്ക് ചെല്ലുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവ സാന്നിധ്യവും അവിടെ ഇറങ്ങും. ദൈവത്തിൻ്റെ സാന്നിധ്യവും ഇസ്രായേൽ മക്കളുടെ സാന്നിധ്യവും തമ്മിൽ കൂടി യോജിക്കുന്ന സ്ഥലമായിട്ട് സമാഗമന കൂടാരം മാറും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ബസ്സിലോ കാറിലോ നടന്നോ ഇവിടെ വന്ന് കയറുമ്പോൾ ഇവിടെ നിങ്ങളെ എതിരേൽപ്പാൻ
പ്രൈസ് ഗോഡ്. ചിലപ്പോൾ പാസ്റ്റർ കാണത്തില്ല, ചിലപ്പോൾ ഇവിടെ ആക്കിയിരിക്കുന്ന ആരും കാണത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പള്ളിയിൽ നിന്ന്, ചർച്ചിൽ നിന്ന് ഒരാളും കാണത്തില്ല. എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, നീ വരുന്നതിന് മുമ്പ്, നിനക്ക് മുമ്പായി ഇവിടെ വന്ന് നിന്നെ എതിരേൽക്കാൻ ഒരുവൻ നിൽപ്പുണ്ട്. അവൻ ആരാണെന്ന് ചോദിച്ചാൽ സർവശക്തനാണ്, സർവശക്തനാണ്, സർവശക്തനായ ദൈവമാണ്. അവൻ നിന്നെ എതിരേറ്റ് കഴിയുമ്പോൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു ഗുണമുണ്ട്. ഇവിടെ ആയിരിക്കുന്ന സമയമൊക്കെയും നിന്റെ ഹൃദയം അവൻ്റെ സന്നിധിയിൽ പകർന്നുകൊണ്ടിരിക്കാം. ഹന്ന പകർന്നതുപോലെ നിന്റെ ഹൃദയം പകർന്നുകൊണ്ടിരിക്കാം. ഒരുപക്ഷെ ചുണ്ടനങ്ങുന്നില്ലായിരിക്കാം, ഒരുപക്ഷെ ഹല്ലേലൂയ വേറെ ഒരു പ്രത്യേകിച്ച് ശബ്ദം അല്ല, ചുണ്ടനങ്ങുന്നേ ഉള്ളായിരിക്കാം, പ്രത്യേകിച്ച് ശബ്ദം വെളിയിൽ വരുന്നില്ലായിരിക്കാം. എന്നാലും പ്രൈസ് ഗോഡ്, നിന്നെ എതിരേറ്റവൻ കാണുന്നത്, കേൾക്കുന്നത് നിന്റെ ശബ്ദമല്ല, അവൻ കാണുന്നത് നിന്റെ ചുണ്ടിൻ്റെ അനക്കമല്ല, നിന്റെ ഹൃദയത്തിൻ്റെ ഞരക്കം. ഇന്ന് പകൽക്കാലം എൻ്റെ ഹൃദയത്തിൻ്റെ ഞരക്കം അറിയുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? സ്തോത്രം ചെയ്യാമോ? അതിൻ്റെ ഒരു ഗുണമുണ്ട്. അവൻ നിന്റെ ഞരക്കം അറിഞ്ഞാൽ അത് അറിഞ്ഞ് മിണ്ടാതെ ഇരിക്കത്തില്ല. പ്രൈസ് ഗോഡ്. നിന്നോട് ചോദിക്കത്തില്ല എന്ത് പറ്റിയെന്ന് ചിലപ്പോൾ ചോദിക്കത്തില്ല. കാരണം എന്താ പറ്റിയെന്ന് അവൻ അറിയാം. അറിഞ്ഞ് ചെയ്യാൻ തക്കവണ്ണം, അറിഞ്ഞ് ചെയ്യാൻ തക്കവണ്ണം പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, കഴിവുള്ള ഒരുവൻ നിന്നെ ഇന്ന് എതിരേൽക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൽക്കാന ചോദിക്കുന്നത് എന്തുവാ? എൽക്കാന പറയുന്നത്, ഹന്നേ നീ എന്തിന്? ആ ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ? ഹന്നയുടെ പ്രശ്നം അറിയാമെങ്കിൽ ആ ചോദ്യം ചോദിക്കുമോ? പ്രതിയോഗി അപ്പുറത്ത് മുഷിപ്പിച്ചിട്ട് വന്നിരിക്കുകയാണ്. കാരണം എന്നാ? അവൾക്ക് മക്കളില്ലാത്തത് കൊണ്ട്. വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു, അതുകൊണ്ട് പ്രതിയോഗി അവളെ മുഷിപ്പിച്ചു, വളരെ മുഷിപ്പിച്ചു. അപ്പോൾ എൽക്കാന ചോദിക്കുകയാണ്, ഹന്നേ നീ എന്തിന് കരയുന്നു? എന്തിന് വ്യസനിക്കുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? പ്രൈസ് ഗോഡ്. എന്നിട്ട് ഒരു 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 ഇടക്കാലാശ്വാസം, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലവനല്ലോ. പ്രൈസ് ഗോഡ്. പക്ഷെ ഹന്ന വളരെ വിവരമുള്ളവളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഹന്നയുടെ വിവരത്തിൻ്റെ ഒരു കാരണം ഇതായിരിക്കും. എൽക്കാന പറയുകയാണ്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലവനല്ലയോ എന്ന് പറയുമ്പം, ആണെന്ന് പറഞ്ഞാൽ, സപ്പോസ് ആണെന്ന് പറയാമെന്ന് വിചാരിച്ചോ? ദൈവത്തിന് സ്തോത്രം. നാട്ടുനടപ്പനുസരിച്ച് ആർക്കാ വയസ്സ് കൂടുതൽ? ഭർത്താവിനാണോ ഭാര്യയ്ക്കാണോ? ആദമിനാണോ ഹവ്വയ്ക്കാണോ? ആദ്യം ജനിച്ചത് ആരാ? അതുകൊണ്ടാണ് ക്രിസ്തീയ വിവാഹങ്ങളിൽ മിക്കവാറും, വല്ല ഒന്നൊറ്റൊക്കെ എവിടെ എനിക്കറിയത്തില്ല, അത് അവരവരുടെ ചോയ്സാണ്. എന്നാൽ നിയമമനുസരിച്ചും വചനമനുസരിച്ചും ഭർത്താവ് ആദ്യം ജനിച്ചതായിരിക്കും, ഭാര്യ പുറകെ ജനിച്ചതായിരിക്കും. പ്രായ വ്യത്യാസം കാണും, അത് എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു ദിവസമായാലും വേണ്ടിയല്ല. ദർ ഷുഡ് ബി എ ഡിഫറൻസ് ഇൻ ഏജ്. ദർ വിൽ ബി എന്ന് പറയുന്നത് നല്ലത്. പ്രൈസ് ഗോഡ്, ആമീൻ. അപ്പോൾ ഹന്നയേക്കാൾ മൂത്തതാരാ? എൽക്കാന, സംശയമില്ലല്ലോ. എത്രയായാലും ശരി, നാട്ടുനടപ്പനുസരിച്ച് എൽക്കാനയാണ് മൂത്തത്, ഹന്നയാണ് ഇളയത്. അങ്ങനെയാണെങ്കിൽ നാട്ടുനടപ്പനുസരിച്ച് ആദ്യം മരിക്കുന്നത് ആരാ? എൽക്കാന. പ്രൈസ് ഗോഡ്. ശരി, ആദ്യം മരിക്കുന്നത് എൽക്കാനയാണ്. ഭാര്യ രണ്ടാമതാണെന്ന് വിചാരിക്കാം, ഹന്ന രണ്ടാമതാണെന്ന് വിചാരിക്കാം. എൽക്കാന ഇപ്പോൾ പറയുന്നു, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലോ. 10 വേണ്ട, ഒറ്റ പുത്രനെ ഉള്ളെങ്കിലും. പ്രൈസ് ഗോഡ്. നാട്ടുനടപ്പനുസരിച്ച് ആദ്യം മരിക്കുന്നത് ആരായിരിക്കും? അമ്മയായിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ എൽക്കാന എന്തൊക്കെ പറഞ്ഞാലും തൽക്കാലം ഒരു ഇൻട്രീം അലവൻസ് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരു ഇടക്കാല ആശ്വാസം. ഈ കുറച്ച് നാളത്തേക്ക് ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലവനാണല്ലോ എന്ന് പറഞ്ഞ് നിൽക്കും. അത് കഴിയുമ്പോൾ പുള്ളി പാട്ടിന് പോകും, ഹന്ന ഒറ്റയ്ക്കാകും.
എന്നാൽ ഹന്നയ്ക്കൊരു കാര്യം അറിയാം, എനിക്ക് ഒരു കുഞ്ഞിനെയെങ്കിലും കിട്ടിയാൽ എൻ്റെ മരണകാലത്ത് അവൻ്റെ മുഖം നോക്കിയിട്ട്, മുഖം കണ്ട് അവനെ അനുഗ്രഹിച്ച് ഈ ലോകം വിട്ടെനിക്ക് പോകാം. പ്രൈസ്. അതുകൊണ്ട് ഹന്നയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും വേണ്ട. ഹന്നയ്ക്ക് വേണ്ടത് ഒറിജിനലാണ്. ഇന്ന് പകൽക്കാലം ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയും കോംപ്രമൈസ് ചെയ്യാൻ പോകല്ലേ. എവിടെയൊക്കെ ആരൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ പോയിട്ടുണ്ടോ അവിടെ മുഴുവൻ പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ നമ്മൾ പോകണ്ട. ഹല്ലേലൂയ. വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാം ഒറ്റ കോംപ്രമൈസ് നടത്തിയിട്ടുള്ളൂ. പ്രശ്നം ഇന്നും തീർന്നിട്ടില്ല, വരാൻ പോണേ ഉള്ളൂ ഇനിയും. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്കൊരു നിശ്ചയം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ കാണുന്നുവെന്ന് അറിയുന്നുവെന്ന് ബോധ്യമുണ്ടെങ്കിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു കൊച്ചു കോംപ്രമൈസിന് പോലും ദയവ് ചെയ്ത് തയ്യാറാകല്ലേ. നീ കോംപ്രമൈസ് ചെയ്താൽ നിനക്കാണ് നഷ്ടം. ആ നഷ്ടം നികത്താൻ പറ്റാത്തവണ്ണമായിരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കാം. ദൈവിക വിഷയങ്ങളിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യുന്ന പ്രശ്നമില്ല. എനിക്ക് തന്നിരിക്കുന്ന നിശ്ചയത്തിൽ നിന്ന് 1 മില്ലിമീറ്റർ മാറത്തില്ലെന്ന്. ഹല്ലേലൂയ. അപ്പം ഇന്ന് ദൈവം തന്നിരിക്കുന്ന ആ നിശ്ചയത്തിൽ നിന്ന്, അവൻ്റെ വാഗ്ദത്തത്തിൽ നിന്ന് അവൻ പുറകോട്ട് മാറത്തില്ല. കർത്താവ് പുറകോട്ട് മാറത്തില്ല, ഒരിക്കലും പുറകോട്ട് മാറത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കർത്താവിനൊരു കാലഘട്ടം നിയമിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ നീക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനകത്തൊന്നും ബോധർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം മനസ്സിലായാൽ മതി. എൻ്റെ ഹൃദയത്തിലെ വേദനകളെ അറിയുന്ന, എൻ്റെ ബുദ്ധിമുട്ടുകളെ അറിയുന്ന, എൻ്റെ ഞരക്കങ്ങളെ അറിയുന്ന ഒരു ദൈവസന്നിധിയിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അത് അറിയാവുന്നൊരു ദൈവമുണ്ടെങ്കിൽ നിൻ്റെ പ്രശ്നം തീർക്കും. എങ്ങനെയാണെന്നറിയാമോ? പെർമനൻ്റായിട്ട് തീർക്കും. അതാണ് ഞാൻ പറഞ്ഞ ബ്രേക്ക് ത്രൂ. ഒരു ഇടക്കാല ആശ്വാസം കൊണ്ടല്ല, നിന്റെ വിഷയത്തിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു വിടുതൽ ദൈവമേ തരണമേ എന്ന് പ്രാർത്ഥിക്ക്. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ആരെല്ലാം തടുത്താലും, ആരെല്ലാം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്താലും, ആരെല്ലാം, ഹല്ലേലൂയ, ഏലി പുരോഹിതനെ പോലെ നിന്റെ മുഖത്ത് നോക്കിയിട്ട് പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, നീ വീഞ്ഞു കുടിച്ചിരിക്കുന്നുവെന്ന് പറയുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അതിൻ്റെ കൊണോട്ടേഷൻ എന്താണെന്നറിയാമോ? വീഞ്ഞു കുടിച്ച് ആലയത്തിൽ വന്നവളെ കുറിച്ചുള്ള കൊണോട്ടേഷൻ ഇതാണ്. ഹന്ന പറയുന്നു, എന്നെ ഒരു നീച സ്ത്രീയായിട്ട് വിചാരിക്കരുത്. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഏലി വിചാരിച്ചു ഹന്ന ഒരു നീച സ്ത്രീയാണെന്ന്. എന്നാൽ ഏലിക്കറിയാത്തൊരു സത്യമുണ്ട്, ഹോഫ്നിക്കറിയാത്തൊരു സത്യമുണ്ട്, ഫിനെഹാസിനറിയാത്ത സത്യമുണ്ട്, ശുശ്രൂഷയിലിരിക്കുന്ന ആർക്കും അറിയാത്തൊരു സത്യമുണ്ട്, സഭയിൽ ആർക്കും അറിയാത്തൊരു സത്യമുണ്ട്, 12 ഗോത്രങ്ങൾക്കും അറിയാത്തൊരു സത്യമുണ്ട്. ആ സത്യം ഏതെന്നറിയാമോ? അയ്യോ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഹൃദയം പകരാൻ അറിയാം? എത്ര പേർക്ക് ഹൃദയം പകരാൻ അറിയാം? ഹൃദയം പകരാൻ അറിയാവുന്നവരോട് ഞാൻ പറയട്ടെ, നീ ഏത് വിഷയത്തിൽ ഇന്ന് ഹൃദയം പകർന്നുവോ, ഏത് വിഷയത്തിൽ യഹോവയുടെ സന്നിധിയിൽ ഹൃദയം പകർന്നുവോ, അതിൻ്റെ മറുപടി തൊട്ട് കാണിക്കത്തക്കവണ്ണം, ചൂണ്ടിക്കാണിക്കത്തക്കവണ്ണം ഞാൻ ഈ ബാലനായിട്ട് പ്രാർത്ഥിച്ചു. പ്രൈസ് ഗോഡ്. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. തൻ്റെ ഇടത്തോടെ എവിടെയും പറയത്തക്കവണ്ണം, ആരോടും പറയത്തക്കവണ്ണം. പ്രൈസ് ഗോഡ്. ഈ ബാലനായിട്ട് ആ വാക്യം ഒന്ന് വായിച്ചേ. 1 ശമൂവേൽ 1:27. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഈ ബാലനായിട്ട്, മക്കളെ, വഴിയെ കൂടെ നടന്നു പോകുന്ന ഒരു ആ ബാലനായിട്ടെന്നല്ല പറഞ്ഞത്. പ്രൈസ് ഗോഡ്. വഴിയെ കൂടെ പോയി ഒരുത്തിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ ബാലനായിട്ടെന്നല്ല പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഒരു പറമ്പിന് വേണ്ടി പ്രാർത്ഥിച്ചവൻ,
ആ പറമ്പ് കിട്ടിക്കഴിയുമ്പം ആ പറമ്പിന് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറയോ, പറമ്പിൽ കയറി നിന്നുവെച്ചും പറയോ ഈ പറമ്പിന് വേണ്ടി പ്രാർത്ഥിച്ചെന്ന്. അന്ന പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അവനെ, ആ ബാലനെ, ശമൂവേലിനെ അങ്ങ് അടുത്ത് നിർത്തിക്കൊണ്ട് തൊട്ട് വിളിച്ചുകൊണ്ട് പറയുകയാണ്, യജമാനനെ ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, ചില മറുപടികൾ ആലയത്തിൽ കൊണ്ടുവരും. ജീസസ് ജീസസ് ജീസസ്. ചില പ്രാർത്ഥനയുടെ മറുപടികൾ ആലയത്തിൽ നീ കൊണ്ടുവരും, നീ കൊണ്ടുവരും, നീ കൊണ്ടുവരും. ഒന്നുകൂടെ ചിന്തിച്ചു നോക്കിയേ. പ്രാർത്ഥിച്ചപ്പം ഇല്ലാതിരുന്നതാണ് ശമൂവേല്. പ്രാർത്ഥിച്ചപ്പോൾ ശമൂവേലില്ല. ശമൂവേലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശമൂവേലില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യഹോവയ്ക്ക് ഞാൻ അവനെ നിവേദിക്കുമെന്ന് പറയുമ്പോൾ ശമൂവേലില്ല. യഹോവയ്ക്ക് അവൻ നേർച്ചയാവുമെന്ന് പറയുമ്പോൾ ശമൂവേലില്ല. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒന്നും കണ്ടിട്ടല്ല, ഒന്നും കണ്ടിട്ടില്ല നേർന്നത്, ഒന്നും കണ്ടിട്ടല്ല നിവേദിച്ചത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ അവൾക്കൊരു വിശ്വാസമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ തൊട്ട് കാണിക്കത്തക്കവണ്ണം, ചൂണ്ടിക്കാണിക്കാനല്ല, തൊട്ട് കാണിക്കത്തക്കവണ്ണം എൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ട് ഞാൻ ഈ ആലയത്തിൽ വരും. യെസ്, ദൈവാത്മാ വ്യക്തമായി പറയുന്നു, ഈ ആലയത്തിൽ, ഈ ആലയത്തിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ട് നീ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം കൂടെ പറയാം. ദൈവത്തിന് സ്തോത്രം. ഹന്നയുടെ പ്രാർത്ഥനയുടെ മറുപടിയുടെ ഗുണം എന്നാണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അന്നയുടെ പ്രാർത്ഥനയുടെ മറുപടി അന്ന നടന്നാൽ പുറകെ കാണും, അന്നയുടെ കൂടെ കാണും, അന്ന പോകുന്നിടത്ത് കാണും. അന്ന നിർത്തിയോടത്ത് നിൽക്കും, കിടത്തിയോടത്ത് കിടക്കും, വച്ചോടത്ത് വയ്ക്കും. ഇന്ന് പകൽക്കാലം നിന്റെ കൈവശത്തിൽ, പ്രൈസ് ഗോഡ്, വരുതിക്ക് നിൽക്കുന്ന, അധികാരത്തിൽ നിൽക്കുന്ന, നിന്റെ ആവശ്യത്തിനൊത്തവണ്ണം നിനക്ക് പ്രയോജനപ്പെടുന്ന ഒരു ശമൂവേൽ ബാലൻ, പ്രൈസ് ഗോഡ്, ദൈവത്തിൻ്റെ ദാനമായിട്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹന്നയ്ക്ക് കിട്ടിയപ്പോൾ അവളുടെ നിന്ന മാറി. അവളുടെ ഇനി എൽക്കാനയുടെ അവൻ സ്നേഹമല്ല, അതിനേക്കാൾ ഉപരിയായി അവൾ ആഗ്രഹിക്കുന്ന ഒരു അനുഭവം അവളിലേക്ക് വന്നു കഴിക്കുകയാണ്. മാത്രമല്ല, പെനിന്ന ഇനി ആയുസ്സിൽ അവളെ മുഷിപ്പിക്കത്തില്ല, മുഷിപ്പിക്കാൻ പറ്റത്തില്ല. ശത്രുവിൻ്റെ വായ അവിടെ ദൈവം അടച്ചു. ഇന്ന് പകൽക്കാലം ദൈവം ശത്രുവിൻ്റെ വായ അടയ്ക്കത്തക്ക വേണം. നിന്റെ മറുപടി, നിന്റെ മറുപടി, നിന്റെ മറുപടി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിച്ച് കിട്ടുന്ന ഓരോ മറുപടിയും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശത്രുവിൻ്റെ വായ അടച്ചതല്ലേ? അല്ലേ? ശത്രുവിൻ്റെ വായ അടച്ചിട്ടാണോ മറുപടി പറയുന്നത്? മറുപടി വന്നിട്ടാണോ വായ അടയുന്നത്? വായ അടച്ചിട്ടല്ല, മറുപടി വന്നിട്ട് വാ അടയ്ക്കും, വാ അടയ്ക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അത്ഭുതങ്ങളുടെ ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ, ആമേൻ. ഞാൻ പറഞ്ഞതിന് ശരിയാണെന്ന് നോക്കാം, എല്ലാം അങ്ങനെ അങ്ങ് സമ്മതിക്കണ്ട. ദാനിയേൽ സിംഹക്കുഴി വീഴുന്നതിന് മുമ്പാണോ വായടച്ചത്, അതോ വീണ ശേഷമാണോ? ആ വാക്യം ഒന്ന് വായിച്ചു നോക്കി. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം, പ്രൈസ് 18-19 അല്ല 19. രാജാവ് അധികാലത്ത് എഴുന്നേറ്റ് ബന്ധപ്പെട്ട് ഗുഹയുടെ അരികെ ചെന്നു. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം, ആമേൻ, സിംഹങ്ങളിൽ രക്ഷിപ്പാൻ നിനക്ക് നീ പ്രാപ്തനായോ? ഇന്ന് പകൽക്കാലം ചോദിക്കട്ടെ, നീ പ്രാർത്ഥിക്കുന്ന ദൈവം നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായിട്ടുണ്ടെന്ന് വിശ്വസിച്ചൊരു സ്തോത്രം പറയാമോ? വായിച്ച്. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ചു, അവയുടെ വായ അടച്ചു കളഞ്ഞു. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്ന് വെച്ചാൽ ഞാൻ സിംഹക്കുഴിയിലേക്ക് വീഴുന്ന മുമ്പ് തന്നെ
യഹോവയുടെ ദൂതൻ വന്ന് അവയുടെ വായ അടച്ചു കളഞ്ഞു. നീ അതിൻ്റെ നന്മ അനുഭവിക്കും, നീ അതിൻ്റെ നന്മ അനുഭവിക്കും, നീ അതിൻ്റെ നന്മ അനുഭവിക്കും. നിനക്ക് കേടുവരാൻ സമ്മതിക്കാത്ത ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. ആ ദൈവത്തിന് വേണ്ടിയാണ് നീ തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് നിശ്ചയിച്ചത്. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് ദിവസം 3 നേരം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ ദൈവം നിനക്ക് കേട് വരുത്തുകയില്ല. നീ ദൈവം, നീ ആരാധിക്കുന്ന, നീ ഇടപെടാതെ സേവിക്കുന്ന നിന്റെ ദൈവം നിനക്ക് കേട് വരുത്തത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറയാം. നീ ആരാധിക്കുന്ന, ഞാൻ ദാനിയേലിൽ നിന്ന് കോട്ടിയല്ല, നിങ്ങളോട് വ്യക്തിപരമായി പറയുകയാണ്. നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ വണങ്ങുന്ന ഈ ദൈവം നിങ്ങൾക്ക് കേട് വരുത്തുകയില്ലെന്ന് മാത്രമല്ല, വേറെ ഒരാളെയും കേട് വരുത്താൻ സമ്മതിക്കത്തുമില്ല. അവൻ ഹർട്ട് ചെയ്തില്ലെന്ന് മാത്രമല്ല, വേറൊരാൾ നിന്നെ ഹർട്ട് ചെയ്യാൻ അവൻ സമ്മതിക്കത്തുമില്ല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചില മുദ്രകൾ ഇടട്ടെ. സകല കേടുകളെയും തടഞ്ഞു നിർത്തുന്ന ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ നിന്റെ ജനത്തിന്റെ മേൽ ഇന്ന് വ്യാപരിക്കട്ടെ. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പറയാനുള്ള ധൈര്യമുണ്ടോ? എനിക്ക് കേടുവരുത്താൻ ഒരുത്തനും പറ്റത്തില്ല. എന്തുവാ? എനിക്ക് കേടുവരുത്താൻ ഒരുത്തനും പറ്റത്തില്ലെന്ന്. എന്നിട്ട് ഒരു സ്വോത്രമില്ലല്ലോ ദൈവമേ. ഇത് ഹൃദയത്തിൽ നിന്ന് വന്നതാണെങ്കിൽ സ്വോത്രം തന്നെ വരും. ഈ 20 ദിവസവും ദൈവദാസന്മാരുടെ മാറി 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 അവൻ പ്രസംഗിച്ച പ്രസംഗം കേട്ടിട്ടും പിത്തം പിടിച്ചിരിക്കാതെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് കേടുവരുത്താൻ ഒരു ശക്തിക്കും പറ്റത്തില്ലെന്നുള്ളതിൻ്റെ തെളിവാണ് ശപിക്കാൻ വിളിച്ചവനെ, കേടുവരുത്താൻ വിളിച്ചവനെ അവൻ്റെ വായിൽ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ കൊടുത്ത് അനുഗ്രഹിക്കണ എന്ന് പറഞ്ഞത്. ഗൗഡ രഗത ജലമ രഗത സമ്പൽ കൗഡ. പ്രൈസ് ദി ലോർഡ്. ബിലെയാമിൻ്റെ വാസ്തവത്തിൽ എന്നാ പറഞ്ഞെന്നറിയാമോ? ആദ്യം പറഞ്ഞതെന്നറിയാമോ? നീ പോകണ്ട, നീ അവരെ അനുഗ്രഹിക്കണ്ട, നീ അവരെ ശപിക്കാൻ പോകണ്ട, അവർ ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതാദ്യം പറഞ്ഞു. എന്നിട്ടും പുള്ളി കാശ് കൊതിച്ച് പോട്ടെ. അവിടെ ചെന്ന ശേഷം അങ്ങനെ കണ്ടു നിൽക്കുമ്പം ദൈവാത്മാവ് ഒരു വാക്യം ഉള്ളിൽ കൊടുത്തു. അത് പറയാൻ പറഞ്ഞപ്പോൾ ചിലപ്പോൾ മടി കാണിച്ച് കാണും. സാധാരണഗതിക്ക് നല്ല സാധ്യതകളുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞു പറയടാന്ന് പറഞ്ഞു. പോലീസുകാർ പറയിപ്പിക്കുക, അതുപോലെ പറയടാന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പുള്ളി പിന്നെ മടി കാണിച്ചാണ്. എടാ പറയടാന്ന് പറഞ്ഞു. എന്തുവാ? അനുഗ്രഹിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അനുഗ്രഹിച്ചത്. അവൻ വേദപുസ്തകത്തിൽ പല ഭാഗത്ത് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ശപിക്കാൻ വന്നെങ്കിലും യഹോവയ്ക്ക് അതിന് മനസ്സില്ലായിരുന്നു. അവനെക്കൊണ്ട് ശപിക്കാൻ മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് അവൻ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റിയ ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. ഇന്ന് പകൽക്കാലം നീ അറിഞ്ഞിട്ടില്ല, നിനക്കറിയത്തില്ല. നിന്നെ ശപിക്കാൻ, നിന്നെ മുടിക്കാൻ, നിന്നെ നശിപ്പിക്കാൻ ദുഷ്ടശക്തികൾ നിന്റെ അടുത്ത് വളഞ്ഞപ്പോൾ, നിന്റെ വീട്ടിൽ വന്നപ്പോൾ, നിന്റെ ഷോപ്പിൽ വന്നപ്പോൾ, നിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ, അത് പല പല വേഷത്തിൽ വന്നപ്പോൾ അവരോട് നോ എന്ന് പറഞ്ഞ്, അരുതെന്ന് പറഞ്ഞ് അവരെ മടക്കി അയച്ച ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഈ ചിലർക്കൊന്നും ഇത് മനസ്സിലാവത്തില്ല കേട്ടോ. വലിയ പാടാ മനസ്സിലാവാൻ. ചിന്തിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും ദൈവത്തെ അറിയാവുന്നവർക്കും ഇത് മനസ്സിലാകത്തുള്ളൂ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ബിസിനസ്സുകാരോട് ഞാൻ ചോദിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് സെയിൽ ടാക്സുകാർ വന്ന് ഇപ്പം പൂട്ടിക്കുന്നുള്ള ഭാവത്തിന് വന്ന് ഇറങ്ങി അത് നോക്കി ഇത് എല്ലാം വലിച്ചിട്ട് കഴിഞ്ഞ ശേഷം വന്ന പോലെ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ബിലെയാമിനെ ഓടിച്ച ദൈവം, ബിലെയാമിനെ തിരിച്ചു വിട്ട ദൈവം നിന്റെ കടയ്ക്ക് മുമ്പിൽ വന്ന്, നിന്റെ ബിസിനസ്സിനകത്ത് വന്ന് നിനക്കൊരു കേടും ചെയ്യാൻ കഴിവില്ലാതെ ഇറങ്ങിപ്പോയതാണെന്ന് മനസ്സിലാക്കാൻ കഴിവും ബുദ്ധിയും ഒന്നും അധികം വേണ്ട. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ച വിധങ്ങൾ എത്ര വലുത്. ഉട മാനാറാബ ശാന്താറാബ ജുനമല ഹർത്തന ബൗഡ രഗത ജനമ രഗത ജനമർ കന്ദ
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി, എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടിയുമുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിന് സ്തോത്രം എത്ര വലുത്. ദൈവം പലപ്പോഴും പ്രവർത്തിക്കുന്നത് തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച കാര്യങ്ങളാണ്. അതാണ് ഭക്തന്മാർ കാണുക പ്രവർത്തിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചതും നിന്റെ ഭക്തന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ വലിയ നന്മ, ആ നന്മ എത്ര വലിയതെന്ന് പറയത്തക്കവണ്ണം അവൻ്റെ സങ്കീർത്തനക്കാരൻ്റെ ഉള്ളത്തിലൊരു ബോധം വന്ന് നമുക്കൊക്കെ വേണ്ടി ദൈവം എത്ര പ്രവർത്തിച്ചാലും അതൊന്ന് അക്നോളജ് ചെയ്യുവാൻ, അതൊന്ന് വിളിച്ചു പറയുവാൻ, ദൈവത്തിൻ്റെ നന്മ വലിയതെന്ന് പറയുവാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. ഇന്ന് പകൽക്കാലമെങ്കിലും ഓർത്ത്, പണ്ട് കാലത്ത് ദൈവം നിന്നെ നശിപ്പിക്കാൻ വന്ന ഏജന്റിന്, പിശാചിന്റെ ഏജന്റിന്, ബിലയാമിനെ പോലെ വന്ന ചില വ്യക്തികളെ വന്നതുപോലെ മടക്കി അയച്ച അനുഭവം ഓർമ്മയുണ്ടെങ്കിൽ ഒരു സ്തോത്രം ചെയ്ത് ആരാധിക്കുക. നമുക്ക് ലഭിച്ച ഓരോ വലിയ അനുഭവങ്ങളിലും ഈ തിയറി ഒന്ന് അപ്ലൈ ചെയ്യണം. എന്താണെന്നറിയാമോ? നശിപ്പിക്കാൻ വിചാരിച്ചു, മുടിക്കാൻ വിചാരിച്ചു, എൻ്റെ അടുത്ത് വന്നു, പക്ഷേ വായടച്ചു. പ്രൈസ് ഗോഡ്. മുടിക്കാൻ വിചാരിച്ചു, നശിപ്പിക്കാൻ വിചാരിച്ചു, ഹല്ലേലൂയ, എനിക്ക് ചുറ്റും തീ കൂട്ടി എന്ന് പറഞ്ഞ് എന്നെ തീച്ചുളയിലിട്ടു. പ്രൈസ് ഗോഡ്. പക്ഷേ തീയുടെ ബലം കെടുത്തിക്കളഞ്ഞു. പ്രൈസ് ഗോഡ്. എൻ്റെ നേരെ വാൾ അയച്ചു, പക്ഷേ ദൈവകൃപയാൽ ഞാൻ വാളിന് തെറ്റി. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ എത്ര 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 കാര്യങ്ങളിലാണ് ഇതുപോലെ ഓരോ സന്ദർഭങ്ങളിൽ വഴുതി പോകുവാൻ ദൈവം നിന്നെ സൂക്ഷിച്ചത്. ഓർത്ത് സ്തോത്രം ഞാൻ എത്ര പേരുണ്ട്. വഴുതിടാതവൻ എന്നെ കരങ്ങളിൽ കാത്തു നിർത്തും തൻ മഹിമയിൻ സവിധത്തിൽ നാഥൻ. വഴുതിടാതവൻ എന്നെ കരങ്ങളിൽ കാത്തു നിർത്തും തൻ മഹിമയിൻ സവിധത്തിൽ നാഥൻ. കളങ്കമറ്റാനന്ദ പൂർണ്ണതയോടെ, കളങ്കമറ്റാനന്ദ പൂർണ്ണതയോടെ ഭവിക്കട്ടെ മഹത്വമങ്ങവരെന്നും ആമേൻ. ഭവിക്കട്ടെ മഹത്വമങ്ങവരെന്നും ആമേൻ. കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാത. കാണുന്നു ഞാൻ യാഹിൽ ും പർവ്വതനിരയും തന്നിടം വീട്ടു പിന്മാറിയെന്നാലും കുന്നുകളകലും വൻ പർവ്വതനിരയും തന്നിടം വീട്ടു പിന്മാറിയെന്നാലും നീങ്ങുകില്ല അവന്റെ എല്ലിൽ നിന്നതുപോ, നീങ്ങുകില്ല അവന്റെ എല്ലിൽ നിന്നതുപോ. നിലനിൽക്കും സമാധാന നിയമവും നിത്യം, നിലനിൽക്കും സമാധാന നിയമവും നിത്യം. കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാത. കാണുന്നു ഞാൻ യാഹിൽ ചെയ്വതിൽ അവൻ നമ്മൾ പാപത്തിനൊത്തപോ പ്രതിഫലമായുള്ളുന്നില്ല കൃത്യങ്ങൾ ഗണിച്ചും. ചെയ്വതിൽ അവൻ നമ്മൾ പാപത്തിനൊത്തപോ പ്രതിഫലമായുള്ളുന്നില്ല കൃത്യങ്ങൾ ഗണിച്ചും. വാനമി ഭൂവിൽ നിന്നുയർന്നിരിപ്പതുപോ, വാനമി ഭൂവിൽ നിന്നുയർന്നിരിപ്പതുപോ. പരന്തയ ഭക്തർമേൽ വലിയതു തന്നെ, പരന്തയ ഭക്തർമേൽ വലിയതു തന്നെ. കാണുന്നു ഞാൻ യാഹിൽ. മതി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ നമുക്ക്
ദൈവം ദയ കാണിക്കുക എന്ന് പറഞ്ഞാൽ കുന്നു മാറിപ്പോയാലും പർവ്വതങ്ങൾ മാറിപ്പോയാലും മാറിപ്പോകാത്ത ഒരു ദയയാണ് ദൈവം നിന്നെ കാണിക്കുന്നത്. അവൻ അടയ്ക്കാൻ തുടങ്ങിയാൽ സകലതും അടയ്ക്കും. നിനക്കെതിരായിട്ടുള്ള സകലതും അടയ്ക്കും. സിംഹത്തിൻ്റെ വായായാലും അടയ്ക്കും. തീയുടെ ബലം കെടുത്തും. വാളിൻ്റെ മുനയ്ക്ക് നീ തെറ്റും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഏത് വിഷയത്തിലായാലും ഏത് അനുഭവത്തിലായാലും യേശുവിൻ്റെ നാമത്തിൽ തെറ്റിക്കേണ്ടതിനെ തെറ്റിച്ച് അടക്കേണ്ടതിനെ അടച്ച് ബലം കെടുത്തതിനെ കെടുത്തി നിന്നെ പരിപാലിക്കുന്ന ഒരു വലിയ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നതെന്ന് നീ ആരാധിക്കുന്നത് മനസ്സിലാക്കി ഈ ദൈവത്തെ സ്തുതിക്കണം. ആമേൻ. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരാധിക്കുന്ന ദൈവം ഞാൻ അറിയാതെ തന്നെ എന്നിൽ ഇൻട്രസ്റ്റഡ് ആണ്. നിന്നിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ദൈവത്തിന്. നീ അറിയാതെ തന്നെ ഇൻട്രസ്റ്റഡ് ആണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ വരുന്നത് കൊണ്ട് എന്തെന്നറിയാമോ? ആമേൻ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ചില ആളുകളിൽ ചില കാറൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ട് കാർ തീരുന്നത് വരെ നിൻ്റെ ദൈവം അതുപോലെ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. നീ എവിടെ പോയാലും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ നിന്റെ കൂടെ വന്ന് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇറങ്ങി വന്ന്. അപ്പോൾ സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, തിരുനിവാസം മനോഹരമായാലേ നിന്റെ നിവാസം മനോഹരമാകത്തുള്ളൂ. സന്തോഷം. ഇത് ഒരു പ്രാവശ്യം വച്ചപ്പോരെ. പ്രൈസ് ഗോഡ്. തിരുനിവാസം മനോഹരമായെങ്കിൽ മാത്രമേ നിന്റെ നിവാസം മനോഹരമാകത്തുള്ളൂ. അതാണ് വചനം പറയുന്നത്. ആലയത്തിൻ്റെ പുഷ്ടി എൻ്റെ പുഷ്ടി, ആലയത്തിൻ്റെ നന്മ എൻ്റെ നന്മ. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ദേവദാസൻ വന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ അവർക്ക് ആകപ്പാടെ കിട്ടിയ കുറേ വെള്ളിയും പൊന്നും വിലയേറിയ കല്ലുകളുമാണ്. പ്രൈസ് ഗോഡ്. അത് 400 വർഷത്തെ ജോലി ചെയ്ത സേവനമാണ്. PF ഗ്രാറ്റുവിറ്റി എല്ലാം കൂടെ കൂട്ടി കിട്ടിയേക്കുക. പ്രൈസ് ഗോഡ്. അതാണ് ആലയം പണിയെന്ന് കേട്ടപ്പോൾ മോശയുടെ കൊണ്ട് കൊടുത്തത്. അങ്ങനത്തെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റുമോ? 1 കൊല്ലമല്ല, 2 കൊല്ലം, 40 അല്ല, എത്ര വർഷമാണെങ്കിലും അവരെ ജയോത്സവമായി നടത്തിയിട്ടേ ദൈവത്തിന് വേറെ കാര്യമുള്ളൂ. കാരണം അവർക്കുണ്ടായിരുന്നത് മുഴുവൻ യഹോവയ്ക്കൊരു ആലയം തീർക്കാൻ, യഹോവയ്ക്കൊരു തിരുനിവാസം തീർക്കാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മഞ്ഞിനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ തുടങ്ങിയ എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി അവർ കൊടുത്തു. പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം പറയാം. നീ ആലയത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ 1 വർഷമോ 2 വർഷമോ അല്ല അതിൻ്റെ എഫക്റ്റ്. ആമേൻ. അനേക വർഷങ്ങൾ നീണ്ടു നിൽക്കും. അത് തലമുറകളിലേക്ക് നീണ്ടു നിൽക്കും. നിനക്ക് വേണ്ടി സമ്പാദിച്ചതെല്ലാം തീർന്നു പോകും. നിനക്ക് വേണ്ടി സമ്പാദിച്ചതെല്ലാം ഇട്ടിട്ട് പോകേണ്ടി വരും. എന്നാൽ ആലയത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ആലയത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ, നേരിയ മാവ് കൊണ്ടുവന്നെങ്കിൽ, ആട്ടുകൊറ്റനെ കൊണ്ടുവന്നെങ്കിൽ, കോലാട്ടുകൊറ്റനെ കൊണ്ടുവന്നെങ്കിൽ, പ്രൈസ് ഗോഡ്, യഹോവയുടെ ആലയത്തിൽ യാഗം മുടങ്ങാതിരിക്കത്തക്കവണ്ണം നീ കൊണ്ടുവന്നെങ്കിൽ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? നീ കൊണ്ടുവന്നതിൻ്റെ 100 ഇരട്ടി നീ ഇവിടെ തരുമ്പോൾ 100 ഇരട്ടി അവിടെ തരുന്നൊരു ദൈവമാണ്. ഈ അക്കൗണ്ടിൽ 100 ഇടുമ്പോൾ ആ അക്കൗണ്ടിൽ അതുപോലെ ഇരട്ടിയായിട്ട് തന്ന് അനുഗ്രഹിച്ചിട്ടുള്ള ഒരു ദൈവമാണ്. കർത്താവിനെ സേവിച്ചിട്ട്, കർത്താവിനെ മാനിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു നഷ്ടവും വന്നിട്ടില്ല എന്ന് അനുഭവമുള്ള ഒരു സ്തോത്രം ചെയ്യാമോ? നഷ്ടം വന്നിട്ടുണ്ട്. ആർക്കെന്നറിയാമോ? വേണ്ട വിധത്തിൽ ദൈവത്തെ മാനിക്കാത്തവർക്ക് നഷ്ടം വന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ മാനിക്കേണ്ടവണ്ണം മാനിച്ചവൻ അവൻ ആർക്കും കടക്കാരനല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ തിരുനിവാസത്തിൻ്റെ പ്രത്യേകത, തിരുനിവാസം മനോഹരമാണെങ്കിൽ ബാക്കിയെല്ലാം മനോഹരമാകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ കൂടാരവും എൻ്റെ നിവാസവുമല്ല കാര്യം, തിരുനിവാസം എത്ര മനോഹരം. ദൈവമക്കളെ, ഇത് ആരാ പറഞ്ഞെന്നറിയാമോ? ഇതാരാ പറഞ്ഞത്? സങ്കീർത്തനം എഴുതിയ ആരാ? കോരഹപുത്രന്മാരാ പറഞ്ഞത്. ഹല്ലേലൂയ. അവർക്കൊരു കാര്യം മനസ്സിലായി. അവരുടെ അപ്പൻ്റെ വകയായിട്ട്, കുടുംബസ്വത്തായിട്ട് കിട്ടാമായിരുന്ന കൂടാരവും കൂടാരത്തിലുണ്ടായിരുന്ന സകലതും, അല്ലേ,
സംഖ്യാപുസ്തകം 24 വായിക്കുമ്പോൾ അവരും അവർക്കുള്ളത് മുഴുവൻ, അവരുടെ കൂടാരം, അവരുടെ സകലതും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എവിടെ പോയി? ഭൂമി പിളർന്ന് ദൈവത്തിന് സ്തോത്രം താഴോട്ട് പോയി. ഹല്ലേലൂയ. ദൈവമക്കളെ, സത്യം പറഞ്ഞാൽ ഈ കോരഹപുത്രന്മാർ മാറി നിന്നെങ്കിലും ഞാനൊരു കാര്യം പറയാം, അവർക്ക് കിട്ടേണ്ട അവകാശമാണ്. സംഖ്യാപുസ്തകം 16:32. അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. അവരുടെ സമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, പ്രൈസ് ഗോഡ്, ആ സമ്പത്ത് ആരുടെയായിരുന്നു? കോരഹിൻ്റെ മക്കളുടെയാണ്, അല്ലേ? നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കാ? നമ്മുടെ മക്കൾക്കാണ്, പ്രൈസ് ഗോഡ്. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് ഭൂമി വായു തുറന്ന് വിഴുങ്ങിക്കളഞ്ഞത് ഇവർക്ക് കിട്ടേണ്ട സമ്പത്താണ്. പക്ഷേ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കോരഹപുത്രന്മാർക്ക് ഒരു സങ്കടവുമില്ല, ഒരു ദുഃഖവുമില്ല. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അവർ വളരെ പ്രാഗൽഭ്യത്തോടെ, വളരെ സന്തോഷത്തോടെ ഇന്നത്തെ സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യം എഴുതി വെച്ചു. വായിച്ചു നോക്കിയേ. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. തീർന്നില്ല. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർത്ത് ഭൂമി വിഴുങ്ങി നശിക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. ഞങ്ങളുടെ നിവാസങ്ങൾ, ഞങ്ങളുടെ കൂടാരങ്ങൾ ഭൂമി പിളർന്ന് വിഴുങ്ങിപ്പോയപ്പോൾ നിലനിൽക്കുന്ന ഒന്നിലേക്ക് ഞങ്ങളെ വിളിച്ചടിപ്പിച്ച ദൈവം എത്ര നല്ലവൻ. അവന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യവാന്മാരുടെ പട്ടികയിലേക്ക് കോരഹപുത്രന്മാരെ മാറ്റിയ ദൈവം എന്നെയും നിങ്ങളെയും ഇന്ന് പുതിയ കാഴ്ചപ്പാടോടുകൂടെ ദൈവ സന്നിധിയിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഒരു ദിവസമായി മാറട്ടെ. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്, കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ സ്വാഭാവികമായിട്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു നാച്ചുറൽ ഫോഴ്സ്. ഞാൻ ചോദിക്കട്ടെ, കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ആകർഷിക്കണമെങ്കിൽ മരക്കഷ്ണമായാൽ പറ്റുമോ? ഒരു മരമുട്ടിയായിട്ടിരുന്നാൽ പറ്റുമോ? പറ്റത്തില്ല. കാന്തം ആകർഷിക്കണമെങ്കിൽ ഇരുമ്പിൻ്റെ കഷ്ണമാണോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇരുമ്പും കാന്തവും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ടോ അതുപോലത്തെ ഒരു വ്യത്യാസം എവിടെ വരണം? അടിസ്ഥാനപരമായി വരണം. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടത്, ദൈവത്തിന് സ്തോത്രം, കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്കൊരു ആകർഷണം ഉണ്ടാകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി. കാന്തം ഇരുമ്പെന്ന് തന്നെ പറഞ്ഞല്ലോ. ഒരു ഇരുമ്പ് കഷ്ണം എടുത്ത് വെച്ചിട്ട് ദൈവത്തിന് സ്തോത്രം, കാന്തം അതിൻ്റെ മോളിൽ കൊണ്ടുവന്ന് നോക്കി, ഒരു ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസ് എത്തുമ്പോൾ ഇരുമ്പെന്ത് ചെയ്യാൻ തുടങ്ങും? അനങ്ങാൻ തുടങ്ങും, വിറയ്ക്കാൻ തുടങ്ങും. കാന്തം മുട്ടിയിട്ടില്ല. പ്രൈസ് ഗോഡ്. പിന്നെ അടുപ്പിച്ച് പിടിച്ചോ, കുറച്ചും കൂടി അനക്കം കൂടും. പിന്നെ അടുപ്പിടിച്ചോ, കുറച്ചും കൂടി അനക്കം കൂടും. പിന്നെ അടുപ്പിച്ചോ, കാന്തം തൊടുന്നതിന് മുമ്പ്, ഇരുമ്പേൽ തൊടുന്നതിന് മുമ്പ് ഇരുമ്പ് ചാടി കാന്തത്തിലോട്ട് വരും. അതുപോലെ ദൈവസന്നിധിയിലേക്ക് ചാടി ചെല്ലുന്ന ഒരു ആത്മീയമായ അനുഭവം, ഒരു ദാഹം എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഈ നാളുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ. അന്ന് കാന്തവും ഇരുമ്പൊന്നും അറിഞ്ഞുവിടാത്തതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പ്രൈസ് ഗോഡ് ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതിയത്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ, ഞാൻ നിനക്കായി, എൻ്റെ ഉള്ളം നിനക്കായി കാക്ഷിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മാത്രമല്ല, മരുഭൂമിയിൽ മാമൻ ദാഹിച്ച ജനത്തിന് വെള്ളത്തേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നെയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അപ്പം സങ്കീർത്തനം എഴുതിയവർക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ഭൂമിയിലുള്ള ഭൗതികമായ വസ്തുക്കളെക്കാൾ എന്നെ അട്രാക്റ്റ് ചെയ്യുന്നത് ദൈവവും ദൈവത്തിൽ നിന്നുള്ള ആത്മീയമായ ഭൗതികമായ വിഷയങ്ങളാണ്. ദൈവത്തിൽ നിന്നും ഭൗതികമുണ്ട്.
ആത്മീയത്തിൽ കൂടെ ഭൗതികമുണ്ട്. എനിക്ക് എൻ്റെ ആത്മീയം കളഞ്ഞിട്ട് ഭൗതികം വേണ്ട. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആത്മീയത്തിലുള്ള ഭൗതികം മതി. പ്രൈസ് ഗോഡ്. ഒരിക്കൽ പെന്തക്കോസ്ത് സഭയുടെ ഉണർവിൻ്റെ ആദ്യകാലത്ത്, സഭയുടെ സ്ഥാപന കാലത്ത്, പാസ്റ്റർ കെ ഇ എബ്രഹാം, IPC ഫൗണ്ടറായിരിക്കുന്ന പാസ്റ്റർ കെ ഇ എബ്രഹാം ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം ക്രിസ്തുവിനെ പ്രതി വിട്ടുകളയുന്ന ചില വിഷയങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരാൾ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരാൾക്കെതിരായിട്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ആ കാലത്ത് 5000 രൂപ എന്നോട് മേടിച്ചിട്ട് തിരിച്ചു തന്നില്ല. ഞാനതിന് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അത് എന്നാലും എനിക്ക് കിട്ടും കാശ്, എനിക്കറിയാം. കോടതിയിൽ ഞാൻ കേസ് ജയിക്കും. എന്നാലും ഇന്നത്തെ പ്രസംഗത്തിൻ്റെ മുമ്പിൽ വിശ്വാസത്തിന് വേണ്ടി വ്യവഹരിക്കാൻ പോകാതെ എൻ്റെ 5000 രൂപ ഞാൻ വേണ്ടെന്ന് വയ്ക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഉടനെ കെ എബ്രഹാം പറഞ്ഞു, മകനെ, നീ വേണ്ടെന്ന് വെച്ച 5000-ൽ ക്രിസ്തു ഇല്ല, എന്നാൽ ക്രിസ്തുവിൽ നിനക്ക് 5000-ങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. ആശീർവദിച്ച് വിട്ടു. അയാൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അപ്പുറത്തുനിന്ന് ഒരാൾ കയറി വരുന്നു. ആ 5000 കൊടുക്കാനുള്ളവൻ ഞാനാണ്, ഞാനത് നാളെ തിരികെ കൊടുത്തിരിക്കും. പ്രൈസ് ഗോഡ്. കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൊടുക്കാൻ ഒരു മടിയുമില്ല, അവൻ ഉപേക്ഷിക്കാനും ഒരു മടിയുമില്ല. അവൻ എത്രയായാലും ഉപേക്ഷിക്കാനും മടിയില്ല, എത്രയായാലും കൊടുക്കാനും മടിയില്ല. കർത്താവിനെ കുറിച്ചൊരു വെളിപ്പാട്, ഒരു യഥാർത്ഥ വെളിപ്പാട്, യേശുവിനെ കുറിച്ചൊരു വെളിപ്പാട് ഈ നാളുകളിൽ നമ്മുടെ ഉള്ളങ്ങളിൽ വരട്ടെ. അത് വന്നു കഴിയുമ്പോഴാണ് 10 പുത്രന്മാരെക്കാൾ നല്ലവനാന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയുന്നത്. എനിക്ക് നല്ലവൻ നീയല്ലെന്ന്, എനിക്ക് നല്ലവൻ ഏലിയല്ല, എനിക്ക് നല്ലവൻ ഹോഫ്നിയല്ല, എനിക്ക് നല്ലവൻ ഫിനഹാസ് അല്ല, എനിക്ക് നല്ലവൻ എൽക്കാനയല്ല, എനിക്ക് നല്ലവൻ പെനിന്നയല്ല, പെനിന്നയുടെ മക്കളുമല്ല. എനിക്ക് നല്ലവനായി നിങ്ങൾക്കറിയാത്ത ഒരുവനുണ്ട്, അവൻ എൻ്റെ കാര്യം തീർക്കും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ അറിയുന്നവൻ, നിങ്ങൾക്ക് അറിയാവുന്നവൻ നിങ്ങളുടെ കാര്യം തീർക്കും. പട്ടക്കാര ധൂരാപാല ജഗന്നാഥകര ധനബലവരത. പ്രൈസ് ഗോഡ്. ഞാൻ എൻ്റെ 40 വർഷത്തെ ക്രിസ്തീയ ജീവിതത്തിനിടയ്ക്ക് മനസ്സിലാക്കിയ ഒരു സത്യം നിങ്ങളോട് പറയാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്താണെന്നറിയാമോ? നീ നിൻ്റെ കാര്യം എത്ര ചെറുതോ വലുതോ ആയിക്കോട്ടെ, കർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കാര്യം തീർത്തിരിക്കും. നീ ഒന്നും ചെയ്യണ്ട, മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീനെന്ന് 46-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥമറിയാവുന്നവൻ സ്തോത്രം ചെയ്യാമോ? 46-ാം സങ്കീർത്തനത്തിൽ എപ്പോഴാണ് മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിയുന്നതെന്നറിയാമോ? ആമേൻ. യഹോവ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. യഹോവ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. എങ്ങനെയാണെന്നറിയാമോ? അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ട്. എൻ്റെ ദൈവം നിർത്തട്ടെ. ചില യുദ്ധങ്ങൾ ദൈവം നിർത്തട്ടെ. നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, നിന്നോട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന, നിന്നോട് എതിർത്തുകൊണ്ടിരിക്കുന്ന, നിന്റെ സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിന്റെ സന്തോഷം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില യുദ്ധങ്ങൾ ദൈവം നിർത്തട്ടെ. അവനത് നിറവേറ്റും. വിശുദ്ധ എത്ര പേരുണ്ട്? നിൻ വഴി ദേവനെ ഭരമേൽപ്പിക്കുക, നിർണയം അവനതു നിറവേറ്റും. നിൻ വഴി ദേവനെ ഭരമേൽപ്പിക്കുക, നിർണയം അവനതു നിറവേറ്റും. ഭാരം യഹോവയിൽ വച്ചിടുകിൽ, നാൾ തോറും പുലർത്തും അവൻ. മനമേ ചഞ്ചലമെന്തിനാ, കരുതാൻ വല്ലവനില്ലയോ ജയവീരനാ.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യം, സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തിരുനിവാസം എത്ര മനോഹരം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അവസാനം പുള്ളിയെടുത്ത് തീരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നുള്ളൂ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് തീരുമാനമെടുക്കാൻ പറ്റും? ഞാൻ ഇനി ദൈവത്തിലല്ലാതെ വേറെ ഒരുത്തനിലും ആശ്രയിക്കുന്നില്ല. സകലതും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ പോകുകയാണ്. സകലതും ദൈവത്തിൽ ആശ്രയിക്കാൻ പോകുകയാണ്. അവൻ എന്നെ പുലർത്തും, അവൻ എന്നെ പുലർത്തും. ഒരു വിധത്തിൽ തക്കട തരികിടാനായിട്ടല്ല അവൻ പുലർത്താൻ പോകുന്നത്. അവൻ നിന്നെ ജയോത്സവമായി പുലർത്തുന്നൊരു ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഇറച്ചി കിട്ടാത്ത സ്ഥലത്ത് ഇറച്ചി കൊടുക്കുമെന്ന് പറഞ്ഞാൽ കാടപ്പക്ഷിയെ കൊടുത്തിട്ട് മൂക്ക് നോക്കാനും വരുമ്പോഴും തിന്നാനാ പറഞ്ഞത്. പിശിക്കില്ല. ദൈവം കൊടുത്തതെന്ന് എവിടെയെങ്കിലേക്ക് നോക്കിയേ, എവിടെ ഇത്രയേ ഉള്ളൂ, മതി കൊണ്ടോ പോ, ഇനി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിന്റെ പാത്രം എത്ര വലുതാണോ അത് മുഴുവൻ നിറച്ച് അവനൊരു കാര്യം പറയും, ഇനിയും വേണമെങ്കിൽ ചോദിച്ചോട്ടോ, ഇനിയും വേണമെങ്കിൽ ചോദിച്ചോ, ഇനിയും വേണമെങ്കിൽ ചോദിച്ചോ. അമർത്തി കുലുക്കി അത് ഒന്നുകൂടെ നിറച്ച് നിന്നെ തിരിച്ചു വിടുന്നൊരു ദൈവമാണ്. ഞാൻ ചിന്തിച്ചുകൊണ്ട് ചിലപ്പോൾ ഒക്കെ ഉണ്ടല്ലോ, എനിക്കങ്ങനെ ചിന്തിച്ചു, ഈ അനുഗ്രഹം അങ്ങോട്ടൊരു ഭാരമാകുന്നൊരു സമയമുണ്ട്. മനസ്സിലായില്ലായിരിക്കും അല്ലേ? അനുഗ്രഹം അങ്ങോട്ട് വഹിക്കാൻ വയ്യാതെ വണ്ണമാകുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ട്. അതെപ്പോഴെന്നറിയാമോ? അത് എപ്പോഴാന്ന് വെച്ചാൽ ഇത്രയും എന്നെ അനുഗ്രഹിക്കാൻ എനിക്ക് വഹിക്കാൻ കൂടുന്നതിനേക്കാൾ, വഹിക്കാൻ കഴിയുന്നതിനേക്കാൾ എന്നെ അനുഗ്രഹിക്കാൻ എനിക്ക് എന്ത് യോഗ്യത എന്നൊരു സമയം വരുമ്പോൾ നിനക്ക് അനുഗ്രഹത്തിൻ്റെ ഭാരം മനസ്സിലാകും. അതുപോലെ അനുഗ്രഹിച്ചിട്ടുള്ള അനുഗ്രഹം നമ്മൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്തോത്രം ചെയ്യേ. ശന്തര ദൗഡ രഗട ധനപ രഗത കരന്തര ദൗഡ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പം അങ്ങനെ അമർത്തി കുലുക്കി നല്ലൊരു പങ്ക് ദൈവം നമുക്ക് തന്ന് ഈ അനുഗ്രഹം പ്രാപിച്ചു കഴിയുമ്പോൾ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. കൂടുതൽ അനുഗ്രഹം കൂടെ വന്നു കഴിയുമ്പം അത് മനസ്സിലാകുന്ന കാര്യം പറഞ്ഞുതരാം. നമ്മളിവിടെ ഇരിക്കുന്നത് നല്ലതെന്ന് തോന്നും. 21 ദിവസം ചിലർ പറയുകയാണ് 21 ദിവസം അങ്ങ് പെട്ടെന്ന് പോയി, കുറച്ച് ദിവസം കൂടെ വേണമെങ്കിൽ ഇരിക്കാമെന്ന് പറയാറുണ്ട്. പ്രൈസ് ഗോഡ്. ഇപ്പോൾ സമയം പെട്ടെന്ന് പോയി, കുറച്ച് നേരം കൂടെ വേണമെങ്കിൽ ഇരിക്കാമായിരുന്നു. പ്രൈസ് ഗോഡ്. പെട്ടെന്ന് നോക്കിയപ്പോഴാണ് മണി അങ്ങ് പോയെന്ന് കണ്ടത്. ഈ കുറച്ച് നേരം കൂടെ അങ്ങ് ഇരുന്നെങ്കിൽ അങ്ങ് പോയേനെ. ദൈവമക്കളെ, വേറെ ഒന്നുമല്ല, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ 3 ദിവസം അവൻ ഒരു ഭക്ഷണവുമില്ലാതെ യേശുവിൻ്റെ വചനം കേട്ട് ഇരുന്ന ചരിത്രം വേദപുസ്തകത്തിനകത്ത് കൊണ്ട് 40 രാവും 40 പകലും വെള്ളം പോലും കുടിക്കാതെ പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവ സാന്നിധ്യത്തിൽ ഒരു മനുഷ്യൻ ഇരുന്ന ചരിത്രം വേദപുസ്തകത്തിനകത്തുണ്ട്. വ്യത്യാസം എന്നറിയാമോ? നീ മറ്റെവിടെ ഇരുന്നാലും കിട്ടാത്ത ഒരു സാന്നിധ്യം, ഒരു ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രൈസ് ഗോഡ്, നമ്മൾ അറിയാതെ പറഞ്ഞു പോകും ഇവിടെ ഇരിക്കുന്നത് നല്ലത്. അതുപോലെയുള്ള ദൈവ സാന്നിധ്യം കൊണ്ട് ഈ നാളുകളിൽ നിന്റെ ഭവനം നിറയട്ടെ, നിന്റെ വീട് നിറയട്ടെ, ബിസിനസ് നിറയട്ടെ. എല്ലാ സ്ഥാനത്തും the presence of God, the mighty presence of God, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒരു വലിയ ദൈവ സാന്നിധ്യം ഇറങ്ങി നിന്നെ നിറയ്ക്കട്ടെ, നിന്റെ കുടുംബത്തിൽ നിറയട്ടെ, നിന്റെ ജീവിതത്തിൽ നിറയട്ടെ, തലമുറകൾ നിറയട്ടെ. ഓ യബാരാബ, ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, ഇതുവരെ ഇറങ്ങാത്ത ഒരു ദൈവകൃപ വരും നാളുകളിൽ നിന്റെ ഭവനത്തിൽ ഇറങ്ങും. നിന്റെ തലമുറയിൽ ഇറങ്ങും. നിന്റെ നീയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇറങ്ങും. അവൻ ഇതുവരെ കാണാത്തൊരു ദൈവ സാന്നിധ്യം ഫെയ്ത്ത് സിറ്റി സഭയിൽ ഇറങ്ങും. അത് സംഭവിക്കുമ്പോൾ കാര്യങ്ങൾക്ക് വ്യത്യാസം വരും. അത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതാണ് പറയുന്നത്, യഹോവ എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചെതറിപ്പോന്നു. ചെതറും.
ആമേൻ. ചിലയിടത്തൊക്കെ ചെതറും, ചില വീടുകളിൽ ശത്രു ചെതറും, ചില വിഷയങ്ങളിൽ ശത്രു ചെതറും. സഭയിൽ ശത്രുവിനെ ചെതറിക്കത്തക്കവണ്ണം യഹോവ എഴുന്നേൽക്കും. Praise God. എന്നിട്ട് പറയുകയാണ്, സൈന്യങ്ങളെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. യഹോവേ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് ആ സങ്കീർത്തനം അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. അതിന്റെ 11-ാം വാക്യം കൂടെ വായിച്ചു നോക്കി. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ ഡ്യൂട്ടി നേരെ നടക്കുക. ദൈവം ചിലപ്പോൾ ചുറ്റിച്ച് നടത്തും, അതിന് കാരണം ഉണ്ടാവും. നമ്മുടെ ഡ്യൂട്ടി നേരെ നടക്കുക എന്ന് പറഞ്ഞാൽ, നേരെ എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ. നേരെ പോകുന്നതിന് എങ്ങോട്ട് പോകും? മുമ്പോട്ട് പോകും അല്ലേ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിൻ്റെ മുമ്പിലുള്ള അഗ്നിസ്തംഭമോ മേഘസ്തംഭമോ അതിനെ നോക്കി യാത്ര ചെയ്താൽ നീ മുമ്പോട്ട് പോകും. അത് പോകുന്നത് എങ്ങോട്ടാണോ അവിടെ നിന്നെ എത്തിക്കും. നല്ലൊരു ദേശത്തേക്കല്ലോ യഹോവ നിങ്ങളെ കൊണ്ടുപോകുന്നത്. പാലും തേനും ഒഴുകുന്നൊരു ദേശമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ. നിനക്ക് ബുദ്ധിമുട്ടില്ലാതെ ഉപജീവനം കഴിക്കാൻ കഴിയുന്ന ഒരു ദേശത്തേക്ക് ഈ ഉപവാസം കഴിയുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ ഉപജീവനം കഴിക്കത്തക്കവണ്ണം ആത്മീയമായും ഭൗതികമായും ആമേൻ നന്മകളുടെ അനുഗ്രഹങ്ങളുടെ ഒരു പട്ടിക തന്നെ പ്രാപിക്കത്തക്കവണ്ണം ഒരു ദൈവിക നടത്തിപ്പ് സഭയിൽ മാത്രമല്ല വീടുകളിൽ വ്യക്തികളിൽ വരുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ദൈവം എന്നെ നടത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. ദൈവം എന്നെ ഉയർത്തുമെന്ന് വിശ്വസിച്ചിട്ട് സ്തോത്രം ചെയ്യാം. ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു വിശ്വസിച്ചിട്ട് സ്തോത്രം ചെയ്യാം. എന്നിട്ട് പറ, ഞാൻ യഹോവയിൽ ആശ്രയിക്കും, ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും, ഞാൻ എൻ്റെ ദൈവത്തിൽ പുകഴും, അവൻ്റെ വാചനത്തിൽ പുകഴും. ദൈവങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. തുടർന്ന് രണ്ട് കാര്യം ഓർപ്പിക്കാനുണ്ട്. സ്നാനക്കടവിലേക്ക് പോവുകയാണ്.